സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജസ്റ്റിൻ തോമസ്. ഇന്നത്തെ ഈ സെക്ഷനിൽ നമ്മൾ പഠിക്കുന്നത് സബ്ജക്റ്റ് ഇല്ലാത്ത സെൻറ്റൻസുകളെ പറ്റിയാണ്. നമ്മൾ ചിലപ്പോഴൊക്കെ സബ്ജക്റ്റ് ഇല്ലാത്ത സെൻറ്റൻസുകൾ കണ്ടിട്ടുണ്ടായിരിക്കാം. അപ്പോൾ നമുക്ക് അതിൻ്റെ ചില ഉദാഹരണങ്ങൾ ശ്രദ്ധിക്കാം. ഈ സബ്ജക്റ്റ് ഇല്ലാത്ത സെൻറ്റൻസുകൾക്ക് നമ്മൾ പറയുന്ന പേര് ഇംപെറേറ്റീവ് സെൻറ്റൻസ് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളത് നമുക്ക് ശ്രദ്ധിക്കാം. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഗോ എന്ന് ആരെങ്കിലും നിങ്ങളോട് പറയുകയാണ്, ഗോ, അല്ലെങ്കിൽ സ്റ്റോപ്പ് ഇറ്റ്. മറ്റൊരു ഉദാഹരണമാണ്, നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ എവിടെയൊക്കെ പോയാലും പൊതുസ്ഥലങ്ങളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഡോണ്ട് സ്മോക്ക് അല്ലെങ്കിൽ ഡോണ്ട് സ്പിറ്റ് ഹിയർ. ഈ സ്പിറ്റ് എന്ന് പറഞ്ഞാൽ തുപ്പുക എന്നുള്ളതാണ്. അപ്പോൾ ഡോണ്ട് സ്പിറ്റ് ഹിയർ എന്ന് പറഞ്ഞാൽ ഇവിടെ തുപ്പരുത്, അല്ലേ? പിന്നെ ഈ ചിലപ്പോഴും ഈ ഇംപെറേറ്റീവ് സെൻറ്റൻസിൻ്റെ കൂടെ എക്സ്ക്ലമേഷൻ മാർക്ക് ചേർക്കാറുണ്ട്. ഉദാഹരണം ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് ഗോ എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം എൻ്റെ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സൊക്കെ പഠിച്ചതിന് ശേഷം ഞാൻ പുറത്ത് റെയിൽവേ സ്റ്റേഷനിൽ പോയതാണ്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഡോണ്ട് സ്മോക്ക് എന്ന് ചോദിച്ചിട്ടുണ്ട്, അതുപോലെ ഡോണ്ട് സ്പിറ്റ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്, ഡോണ്ട് സ്പിറ്റ് ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹം ഒരു സിഗരറ്റ് എടുത്ത് വലിച്ചിരിക്കുകയാണ്. അപ്പോൾ പോലീസ് വന്ന് പിടിച്ചു, ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ സിഗരറ്റ് വലിച്ചത്. അപ്പോഴേ പറഞ്ഞു, ഇംഗ്ലീഷ് ക്ലാസ്സിൽ ഞാൻ പഠിച്ചായിരുന്നു എന്താണ്, ഈ സബ്ജക്റ്റ് വേണം അദ്ദേഹത്തോടാണ് പറയുന്നത്. ഇവിടെ ഡോണ്ട് സ്മോക്ക് എന്ന് പറഞ്ഞാൽ എന്നോടല്ല പറഞ്ഞത്. പക്ഷെ തെറ്റാണ്, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോഴെന്താണ് ഇംപെറേറ്റീവ് സെൻറ്റൻസ്? അവിടെ സബ്ജക്റ്റ് ഉണ്ടോ? തീർച്ചയായിട്ടും അവിടെ സബ്ജക്റ്റ് ഉണ്ട്. അവിടുത്തെ സബ്ജക്റ്റ് യു ആണ്. അപ്പോൾ അവിടെ ഡോണ്ട് സ്മോക്ക് എന്ന് പറഞ്ഞാൽ യു ഡോണ്ട് സ്മോക്ക് എന്നാണ് അർത്ഥം. ഇനിയിപ്പോൾ യുവിന് എത്ര അർത്ഥമുണ്ട്? നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ നമ്മൾ ഒരു കാര്യം പഠിച്ചായിരുന്നു. അതായത് ഈ സബ്ജക്റ്റിന് യുവിൻ്റെ അർത്ഥം എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചായിരുന്നു. ഒന്നാമത്തെ ചാപ്റ്ററിലും രണ്ടാമത്തെ ചാപ്റ്ററിലും പഠിച്ചായിരുന്നു. അപ്പോൾ സബ്ജക്റ്റ് യുവിൻ്റെ അർത്ഥം നീ അല്ലെങ്കിൽ നിങ്ങൾ എന്നാണ് എൻ്റെ അർത്ഥം. അതായത് ഒരാളോട് വേണമെങ്കിൽ നമ്മൾ യു എന്ന് പറയാം, ഒന്നിൽ കൂടുതൽ ആൾക്കാരോടും യു എന്ന് പറയാം. ഇപ്പോൾ യു ഗോ എന്ന് പറഞ്ഞാൽ നീ പോവുക അല്ലെങ്കിൽ നിങ്ങൾ പോവുക. കുറച്ച് പേരുണ്ടെന്നുണ്ടെങ്കിൽ അവരെല്ലാവരോടുമായിട്ടാണ് പറയുന്നത്. യു സ്റ്റോപ്പ് ഇറ്റ് എന്ന് പറഞ്ഞാൽ നീ നിർത്തുക അല്ലെങ്കിൽ നിങ്ങൾ നിർത്തുക എന്നുള്ളതാണ്. യു ഡോണ്ട് സ്മോക്ക് എന്ന് പറഞ്ഞാൽ നീ വലിക്കരുത്, അല്ലേ, സിഗരറ്റ് വലിക്കരുത്, അല്ലെങ്കിൽ നിങ്ങൾ. അപ്പോഴെത്ര പേരവിടെ ഉണ്ടെങ്കിലും, 1 കോടി ആൾക്കാരുണ്ടെങ്കിലും അവരോട് എല്ലാവരോടുമായിട്ടാണ് പറയുന്നത്. ഇപ്പോൾ ഇംപെറേറ്റീവ് സെൻറ്റൻസിൽ സാധാരണ എന്താണ് ചെയ്യുന്നത്? നമ്മൾ ഈ സബ്ജക്റ്റ് എഴുതാതിരിക്കുന്നു അല്ലെങ്കിൽ പറയാതിരിക്കുന്നു. പക്ഷേ ഇംഗ്ലീഷിൽ വ്യക്തമാണ്, ഇംപെറേറ്റീവ് സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റ് യു ആണ്. അവിടെ ശ്രദ്ധിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രിപ്ഷൻ ബട്ടണിൽ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ ബെൽ ഐക്കണിലും ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എവിടെയൊക്കെയാണ് നമ്മളിത് വിവിധ സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്നത് നോക്കണം. ഇനിയിപ്പോൾ ചെയ്യണം ചെയ്യരുത് എന്നൊക്കെ പറയാൻ വേണ്ടി നമുക്ക് ഏത് ഉപയോഗിക്കാം? ഇംപെറേറ്റീവ് സെൻറ്റൻസ് ഉപയോഗിക്കാം. ഉദാഹരണം, കം ഹിയർ ഇമ്മീഡിയറ്റ്ലി എന്ന് പറഞ്ഞാൽ നീ ഉടനെ വരണം, അങ്ങനെ ചെയ്യണം എന്നുള്ളതാണ്. അതായത് നീ ഉടനെ വരിക. ഓക്കെ. സ്റ്റാൻഡ് അപ്പ് സ്ട്രെയിറ്റ് എന്ന് പറഞ്ഞാൽ നേരെ നിവർന്ന് നേരെ നിൽക്കുക. ഓക്കെ. പുട്ട് ദ ലിഡ് ഓൺ ദ പാൻ. അപ്പോഴെന്താണ്, അതായത് ലിഡ് എന്ന് പറഞ്ഞാൽ അടപ്പെന്നാണ്. എന്ത് ചെയ്യുക? പാൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, പാൻ, അപ്പം പാലൊക്കെ തിളപ്പിക്കുന്ന പാത്രം, അതിന് മുകളിൽ അടപ്പ് വെക്കുക എന്നർത്ഥം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അത് പഠിക്കുക. നമ്മൾ ഒരു 96 മുതലുള്ള ചാപ്റ്ററുകളിൽ നമ്മൾ എന്താണ് പഠിച്ചതാണ്, നമ്മൾ ഒരു പിക്ചർ ഡിക്ഷണറി പഠിച്ചതാണ്. അതിനകത്ത് ഇതെല്ലാം വരുന്നുണ്ട്, ഈ വൊക്കാബുലറി എല്ലാം വരുന്നുണ്ട്. ഡോണ്ട് സ്മോക്ക് ഹിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങനെ ചെയ്യരുത്, അല്ലേ? ഡോണ്ട് എന്ന് പറഞ്ഞാൽ ചെയ്യരുത് എന്നുള്ളതാണ്. ഡോണ്ട് സ്മോക്ക് ഹിയർ, ഇവിടെ പുക വലിക്കരുത്. ഡോണ്ട് സ്പിറ്റ് ഹിയർ, ഇവിടെ തുപ്പരുത്. ഇനിയിപ്പോൾ മറ്റൊരു ഉദാഹരണം എന്താണെന്ന് ചോദിച്ചാൽ ഓൾവേസ് അല്ലെങ്കിൽ നെവർ, ഡോണ്ട് എവർ എന്നൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഓൾവേസ് ക്ലോസ് ദ ഡോർ ഓഫ് ദ ഫ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എപ്പോഴും ഡോറ് ക്ലോസ് ചെയ്യുക. ഒന്നുകൂടെ എംഫസിസ് ചെയ്ത് പറയുന്നതാണ്. അത് ഒന്നുകൂടെ പ്രഷർ ചെയ്ത് പറയുന്നതാണ്. അപ്പോൾ ഇവിടെ എന്താണ് ശ്രദ്ധിക്കേണ്ട കാര്യം? ഇവിടെ സബ്ജക്റ്റ് ഉണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. എന്താണ്? യു എന്നുള്ളതാണ്. യു ഓൾവേസ് ക്ലോസ് ദ ഡോർ ഓഫ് ദ ഫ്രിഡ്ജ്. ഓക്കെ. ഇവിടെ ക്ലോസ് ആണ് വെർബായിട്ട് വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ നെവർ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ചെയ്യരുതെന്നുള്ളതാണ്. നെവർ ലൈറ്റ് എ മാച്ച്.
വെൻ ദർ ഇസ് എ ഗ്യാസ് ലീക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും തീപ്പെട്ടി ഉരയ്ക്കരുത്. ഇപ്പോൾ മാച്ച് എന്ന് പറഞ്ഞാൽ തീപ്പെട്ടി എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ലൈറ്റ് എ മാച്ച് എന്ന് പറഞ്ഞാൽ തീപ്പെട്ടി ഉരയ്ക്കുക, തീപ്പെട്ടി കത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. ഓക്കെ, ശ്രദ്ധിക്കുക. നെവർ ലൈറ്റ് എ മാച്ച് വെൻ ദർ ഇസ് എ ഗ്യാസ് ലീക്ക്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം അല്ലേ, എന്താണ് ഒരു ഗ്യാസ് ലീക്ക് ഉണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഈ തീപ്പെട്ടി ഉരയ്ക്കരുത്. ഇനിയിപ്പോഴും ഡോണ്ട് എവർ എന്ന് പറഞ്ഞാലും ഈ നെവർ എന്ന് തന്നെയാണ് അർത്ഥം, പക്ഷേ കുറച്ചുകൂടെ നമ്മളൊരു വാണിംഗ് ആയിട്ടാണ് പറയുന്നത്. അപ്പം ഈ നെവർ എന്ന് പറഞ്ഞാലും അത് തന്നെയാണ് അർത്ഥം. ഡോണ്ട് എവർ, ഇതിനൊക്കെ ഒരിക്കലും ചെയ്യരുത് അങ്ങനെ. ഓക്കെ, അപ്പോൾ നമ്മളത് വളരെ എന്താണ് പറയുന്നത്, നമ്മൾ ഭയങ്കര പ്രഷർ ചെയ്ത് നമ്മൾ വാണിംഗ് ആയിട്ടാണ് പറയുന്നത്. ഓക്കെ, ഡോണ്ട് എവർ ലൈറ്റ് എ മാച്ച് വെൻ ദർ ഈസ് എ ഗ്യാസ് ലീക്ക് എന്ന് പറഞ്ഞാൽ ഗ്യാസ് ലീക്ക് ഉള്ളപ്പോൾ ഒരിക്കലും നിങ്ങൾ ലൈറ്റ് ഇത് ചെയ്യരുത്, എന്താണ് മാച്ച് ബോക്സ് നമ്മുടെ തീപ്പെട്ടി കത്തിക്കരുത് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ കമ്പനിയിലല്ലേ സ്കൂളിലേക്ക് നിയമം പറയാൻ വേണ്ടി നമുക്ക് ഈ ഇമ്പറേറ്റീവ് സെൻറ്റൻസ് ഉപയോഗിക്കുന്ന ആളല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. ക്യാരി ദ ID കാർഡ് ഓൾ ദ ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്, എപ്പോഴും ID കാർഡ് കയ്യിൽ കരുതുക. അപ്പോഴേ നമ്മൾ ചോദിക്കുന്ന ചോദ്യം ആരോടാണ്? യു ആണ്. ഓക്കെ, യു ഒരാളാകാം, ഒന്നിൽ കൂടുതൽ ആൾക്കാരാകാം. വിയർ ദ യൂണിഫോം എവ്രി ഡേ, അപ്പോഴെന്താണ് യൂണിഫോം എല്ലാ ദിവസവും ധരിക്കുക. ഓക്കെ, ഇനിയിപ്പോൾ ഉപദേശം കൊടുക്കാൻ വേണ്ടി നമ്മൾ ഇത് ഉപയോഗിക്കാറുണ്ട്. ഉദാഹരണം, ഇഫ് ബുൾ അറ്റാക്സ് ഡോണ്ട് റൺ അവേ സ്റ്റേ ദെയർ എന്ന് പറഞ്ഞാൽ എന്താണ്, അപ്പോൾ മൂരി അറ്റാക്ക് ചെയ്യുവാണെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ ഓടരുത്, അവിടെ തന്നെ നിന്ന് നിൽക്കുക എന്നാണ് പറഞ്ഞത്. കാരണം എന്താണ്, അവിടെ തന്നെ നിന്ന് കുത്തുകൊള്ളുക എന്നുള്ളതല്ല എൻ്റെ അർത്ഥം. അതായത് ഇപ്പോൾ ഓടുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ ഓടിച്ചിട്ട് കുത്തും അല്ലേ, അതുകൊണ്ട് അവിടെ തന്നെ നിൽക്കാന്നാണ്. പക്ഷേ ഈ ഉപദേശം നിങ്ങൾ കേൾക്കണ്ട, ഓടി രക്ഷപ്പെടുക. ഇനിയിപ്പോൾ ഇൻ ദ കരാട്ടെ ക്ലാസ് ഓൾവേസ് വിയർ ദ യൂണിഫോം. നമുക്കറിയാമല്ലോ, കരാട്ടെ ക്ലാസ്സിൽ പോവുകയാണെങ്കിൽ എപ്പോഴും യൂണിഫോം ഇടുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ യു എന്നുള്ളതാണ് അർത്ഥം. ഇഫ് ബുൾ അറ്റാക്സ് യു ഡോണ്ട് റൺ അവേ എന്നുള്ളതാണ്. ഇൻ ദ കരാട്ടെ ക്ലാസ് യു ഓൾവേസ് വിയർ ദ യൂണിഫോം. ഇനിയിപ്പോഴും റൂൾസ് അല്ലെങ്കിൽ ലോസ് പറയാൻ വേണ്ടി ഈ ഡോണ്ട് പ്ലസ് V1 പകരമായിട്ട് നോ പ്ലസ് V1 പ്ലസ് ING ഉപയോഗിക്കുന്നതാണ് നിങ്ങൾ കണ്ടിട്ടുണ്ട്. നമുക്ക് ഉദാഹരണം ശ്രദ്ധിക്കാം. നോ പാർക്കിംഗ് അല്ലേ, നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ നോ പാർക്കിംഗ് എല്ലായിടത്തും എഴുതി വെച്ചിരിക്കുന്നത്. അത് എന്താണ് എൻ്റെ അർത്ഥം? ഡോണ്ട് പാർക്ക് എന്ന് തന്നെയാണ്, പക്ഷേ ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ ഒരു ശൈലി ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, നോ ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ മീൻ പിടിക്കരുത് എന്നുള്ളതാണ്. ഓക്കെ, നോ സ്മോക്കിംഗ് ഹിയർ എന്ന് പറഞ്ഞാൽ ഇവിടെ പുകവലിക്കുക. ഡോണ്ട് സ്മോക്ക് ഹിയർ എന്ന് പറഞ്ഞെങ്കിലും പറയാം. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു രീതിയും ഉണ്ട് പറയാൻ വേണ്ടി. ഇല്ലേ, പക്ഷെ ഒരു സ്ഥലത്ത് മാത്രം വ്യത്യാസമുണ്ട്. അതേതാണ്? നോ എൻട്രി. അവിടെ ഡോണ്ട് എൻട്രി എന്ന് പറയാറില്ല, നോ എൻറ്ററിങ് എന്നും പറയാറില്ല. ഇനിയിപ്പോൾ നിങ്ങൾ എന്തോട് ചോദിക്കുകയാണ് അതെന്താണ് അങ്ങനെയെന്ന് ചോദിച്ചാൽ എനിക്കും അറിയില്ല, അതങ്ങനെയാണ് ഇംഗ്ലീഷിൽ. അതിപ്പോൾ നിങ്ങൾ എത്ര ഇംഗ്ലീഷ് അറിയാവുന്നവരോട് ചോദിച്ചാൽ അവർ പറയുന്നുണ്ട് അതങ്ങനെയാണ്. നമ്മൾ മലയാളത്തിലുള്ളൂ ചില ശൈലികൾ. നമ്മളവിടെ ചോദിച്ചാൽ അതെന്താണെന്ന് ചോദിച്ചാൽ അതെങ്ങനെയാണ് എന്ന് പറയാൻ പറ്റൂ. ഇനി ലോസ് അല്ലെങ്കിൽ റൂൾസ് പറയാൻ വേണ്ടി നമുക്ക് വേറെ ഒരു രീതിയും കൂടെ ഉപയോഗിക്കാറുണ്ട്. ദർ ഈസ് പ്ലസ് നോ പ്ലസ് V1 പ്ലസ് ING എന്നും ഉപയോഗിക്കാറുണ്ട് നിയമങ്ങളൊക്കെ പറയാൻ വേണ്ടി ആണ്. ഇപ്പോൾ ശ്രദ്ധിക്കുക, ദർ ഈസ് നോ സ്മോക്കിംഗ് ഇൻ ദ സിനിമ എന്ന് പറഞ്ഞാൽ ഈ സിനിമ എന്ന് പറഞ്ഞാൽ തിയേറ്റർ എന്നുള്ളൊരർത്ഥമാണ്. ഓക്കെ, ഇൻ ദ തിയേറ്റർ എന്ന് വേണമെങ്കിലും പറയാം, അല്ലെങ്കിൽ ഇൻ ദ സിനിമ എന്ന് വേണമെങ്കിലും പറയാം. എന്ന് പറഞ്ഞാൽ ഇവിടെ പുക വലിക്കരുതെന്നാണ് അർത്ഥം. ഓക്കെ, ദർ ഈസ് നോ പാർക്കിംഗ് ഇൻ ദ പ്ലേ ഗ്രൗണ്ട്, അതായത് കളിസ്ഥലങ്ങളിൽ പാർക്കിംഗ് ഇല്ല എന്നാണ് എൻ്റെ അർത്ഥം. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ഒരാളെ പ്രോത്സാഹിപ്പിക്കാൻ നമ്മൾ ഡു അല്ലെങ്കിൽ പ്ലീസ് എന്ന് ഉപയോഗിക്കാറുണ്ട്. പക്ഷെ നമുക്ക് ഉദാഹരണം ശ്രദ്ധിക്കാം. പ്ലീസ് ഹാവ് സം ടീ എന്ന് പറഞ്ഞാൽ എന്താണ്, കുറച്ച് ചായ കുടിച്ചാലും. നമ്മൾ ആരും വരുമ്പോൾ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ നമുക്ക് പറയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ യു എന്നുള്ള ഒരു സബ്ജക്റ്റ് അവിടെ ഉണ്ട്. ഓക്കെ, അത് മറക്കരുത്. പ്ലീസ് ഹാവ് സം ടീ. അപ്പോൾ ഈ ഹാവ് എന്നതിൻ്റെ അർത്ഥം എന്താണ്? ഹാവിന് പല അർത്ഥങ്ങളുണ്ട്, നമ്മൾ പഠിച്ചതാണ്. ഒന്ന് ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ കുടിക്കുക എന്നൊക്കെ ഒരു അർത്ഥമുണ്ട്. അപ്പോൾ പ്ലീസ് ഡ്രിങ്ക് സം ടീ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പറയാൻ കേട്ടോ, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഇങ്ങനെയാണ് സാധാരണ പറയുന്നത്. എന്താണ്? പ്ലീസ് ഹാവ് സം ടീ എന്നാണ് പറയുന്നത്. ഓക്കെ, ഡു റീഡ് ദിസ് നോവൽ, ഇറ്റ്സ് വണ്ടർഫുൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡു റീഡ് ദിസ് നോവൽ. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നൊരു ചോദ്യം, ഡു പ്ലസ് റീഡ് എന്ന് പറഞ്ഞാൽ റീഡ് എന്ന് തന്നെയല്ലേ? തീർച്ചയായിട്ടും അതെ. പക്ഷേ അവിടെ എന്താണ്, ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ഡു റീഡ് ദിസ് നോവൽ എന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറയാവുന്ന ഇറ്റ്സ് വണ്ടർഫുൾ, വളരെ നല്ല നോവലാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നോവലൊക്കെ വായിക്കുക.
അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ സെക്ഷൻ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ അൺലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിലും വാട്സപ്പ് പേജിലും ഇത് പറ്റുമെങ്കിൽ മാത്രം നിങ്ങൾ ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലസ് യു.